അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ് കൂടി ചേരുന്നു നമ്മോടൊപ്പം. സുപ്രീം കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ്, ഇപ്പോൾ ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ്, സാമ്പത്തികമായി ഞെരുക്കുന്നു അല്ലെങ്കിൽ കടമെടുപ്പ് വരുത്തി കേരളത്തിൻ്റെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉയർത്തണമെന്ന കേരളത്തിൻ്റെ ആവശ്യം, എങ്ങനെയാണ് താങ്കൾ ആ വിഷയത്തെ കാണുന്നത്? ഭരണഘടനയുടെ വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവമായിട്ടുള്ള ചോദ്യം ഉയർത്തുന്ന ഒരു ഹർജിയാണ് കേരളം ഫയൽ ചെയ്തത്. ഭരണഘടനയുടെ 293 വകുപ്പിന്റെ വ്യാഖ്യാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഹർജി ഉയർന്നിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ച് കേന്ദ്രത്തിന് എത്രത്തോളം ഇതിനകത്ത് നിയന്ത്രണം ഏർപ്പെടുത്താൻ കഴിയുമെന്നതിനെ കുറിച്ച് ഭരണഘടനയുടെ ഭാഷയിൽ തന്നെ തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു പ്രതീക്ഷിച്ചിരുന്ന ഒരു തീരുമാനം തന്നെയാണ്. അതൊരു റിലീഫ് ഓറിയന്റഡ് അപ്രോച്ചും കൂടെയാണ്. കാരണം ഇല്ലെങ്കിൽ അതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന് വിട്ടിരിക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ അവർക്കത് സാമ്പത്തിക വിഷയമാണ്, നയപരമായ വിഷയമാണ് എന്നൊക്കെ പറഞ്ഞത് തള്ളിക്കളയാനുള്ള ഒരു സ്പേസ് ഉണ്ടായിട്ട് കൂടിയും കേരളത്തിന്റെ ഹർജിയുടെ ഗൗരവം മനസ്സിലാക്കി തന്നെയാണ് അത് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന് വിട്ടിരിക്കുന്നത്. വളരെ നല്ല അനിവാര്യമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ്. ഇതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം നോക്കൂ, ഈ റിട്ട് സുപ്രീം കോടതിയിൽ വന്ന സമയത്ത്, ഒറിജിനൽ സൂട്ട് സുപ്രീം കോടതിയിൽ വന്ന സമയത്ത് തന്നെ കേന്ദ്ര സർക്കാർ അതിനെ എതിർക്കുകയും പക്ഷേ സംസ്ഥാനത്തിൻ്റെ താല്പര്യം പരിഗണിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള റിട്ട് ആദ്യമായിട്ടാണ് എന്നുള്ള ഒരു വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു വിഷയം എന്നുള്ള നിലയിൽ പോസിറ്റീവായിട്ടുള്ള മനോഭാവമാണ് സുപ്രീം കോടതി എടുത്തിട്ടുള്ളത്. ഇക്കാര്യങ്ങൾ ഇനിയിപ്പോൾ ഭരണഘടനാ ബെഞ്ച് ഇക്കാര്യത്തിൽ എന്താണ് തീരുമാനിക്കാതിരിക്കുന്നത്? കാര്യത്തിൽ സംസ്ഥാന നിയമമാണോ മുന്നിൽ നിൽക്കുക, അതോ കേന്ദ്രത്തിൻ്റെ ഇടപെടലാണോ തുടങ്ങിയ കാര്യങ്ങളാണോ പ്രധാനമായും തീരുമാനിക്കേണ്ടത്? ഇല്ല, ഈ 293 വകുപ്പ് അനുസരിച്ച് കടമെടുക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തുവാനുള്ള അധികാരത്തെ സംബന്ധിച്ചിട്ടുള്ള വിഷയമാണ് ഇത്. ഭരണഘടനയുടെ 145 3-ാം ഉപവകുപ്പ് പ്രകാരം ഇത്രയും കാലം നിർണയിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു പുതിയ നിയമ ചോദ്യം ഭരണഘടനയുടെ വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട് ഉയരുകയാണെങ്കിൽ അത് 5-ൽ കുറയാത്ത ജഡ്ജിമാരടങ്ങുന്ന ഒരു ബെഞ്ച് തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. അത്തരം ഒരു ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടതായിട്ടുണ്ട് എന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ അനുശാസിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന് വിടുകയുണ്ടായത്. എം ആർ അഭിലാഷാണ് വിശദാംശങ്ങൾ നൽകിയത്. നന്ദി ശ്രീ എം ആർ അഭിലാഷ്.